നമസ്കാരം. കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ. സാധാരണ കാണുന്ന ഒരു രാഷ്ട്രീയ ആരോപണം എന്നതിലുപരി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പുറത്തുവിടുന്ന വിവരങ്ങൾ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ സത്യത്തിൽ ഈ കേസിന് വലിയ ഗൗരവമാണ് നൽകുന്നത് എന്ന് നമുക്ക് കാണാം. ചില രാഷ്ട്രീയ വൈരാഗ്യങ്ങൾ കൊണ്ട് പല കാര്യങ്ങളും നമ്മൾ പലപ്പോഴും പറഞ്ഞെങ്കിലും ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ വളരെ പ്രയാസകരമായ വിധത്തിലേക്കാണ് പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനെയുമൊക്കെ ഈ കേസ് ബാധിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നത്. തുടക്കത്തിൽ ചെറിയ തോതിലുള്ള മാസപ്പടി ഇടപാടുകളെക്കുറിച്ചായിരുന്നു വാർത്തകൾ വന്നിരുന്നെങ്കിൽ ഇപ്പോൾ അതൊക്കെ മാറി കോടിക്കണക്കിന് രൂപയുടെ പണമിടപാടുകളിലേക്കും അനധികൃത വിദേശ പണ കൈമാറ്റങ്ങളിലേക്കുമൊക്കെ നീണ്ടുകൊണ്ടിരിക്കുകയാണ്. പുതിയ അധ്യായങ്ങൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 20 കോടി രൂപയിലധികം വരുന്ന ഇടപാടുകൾക്ക് ദുബായിലേക്ക് ഹവാല വഴി അയച്ചിട്ടുള്ള 85 ലക്ഷത്തോളം രൂപയുമൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വീണയുടെ ഭർത്താവും അതുപോലെ മുൻ മന്ത്രിയുമായിട്ടുള്ള മുഹമ്മദ് റിയാസുമായിട്ട് അടുത്ത ബന്ധമുള്ള ചില ആളുകളിലേക്ക് കൂടി ഈ അന്വേഷണം നീളുന്നു. അതായത് വീണ വിജയൻ എന്ന ഒരു വ്യക്തിയിലാണ് ആദ്യം ഒതുങ്ങി നിന്നെങ്കിൽ ഇത് മറ്റു ആൾക്കാരിലേക്ക് പോകുന്നു. ആ വിഷയത്തിൻ്റെ വ്യാപ്തി വർദ്ധിച്ചു വരുന്നു. എപ്പോഴാണ് ഇത് പിണറായി വിജയനിൽ എത്തുക എന്നതാണ് സത്യത്തിൽ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് വൈകാതെ അവിടെ എത്തും എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ശ്രീ പിണറായി വിജയൻ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ നന്ദിയുണ്ട്. അത്തരം കാര്യങ്ങളെക്കുറിച്ച് വിശദമായ വീഡിയോകൾ ഞാൻ ഒരു വഴിക്ക് കൂടി ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. ഇനിയും അതിൻ്റെ ഒരു എപ്പിസോഡ് വരാനുണ്ട്. അതിൽ കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ അപ്പോഴും ഇത്തരത്തിലുള്ള മറുഭാഗം കൂടി പറയണം. അതുകൂടി പറയുമ്പോഴാണ് ഡിഫറൻറ്റ് ആംഗിൾ തന്നെ ആകുന്നത് എന്നതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോകൾ ചെയ്യുന്നത്. ആദായ നികുതി വകുപ്പ് നടത്തിയിട്ടുള്ള ചില പരിശോധനകൾ, ഈ അടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശോധനകളൊക്കെ ഈ ഇടപാടുകളുടെ ഒരു എന്താ പറയുക ഉറപ്പിക്കുന്നുണ്ട്. അതിൻ്റെ തുടക്കം കണ്ടെത്താൻ കഴിയുന്നുണ്ട് അവർക്ക്. കമ്പനി മന്ത്രാലയത്തിൻ്റെ പ്രത്യേക അന്വേഷണ വിഭാഗമായിട്ടുള്ള SFIO ഈ വിഷയം ഏറ്റെടുത്തത് നമുക്കറിയാം നേരത്തെ. പിന്നാലെ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടിയിട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് EDയും അന്വേഷണത്തിലേക്ക് കടന്നു വന്നു. CMRL എന്ന ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ നിന്ന് വീണയുടെ കമ്പനിക്ക് ഒരു പണിയും എടുക്കാതെ 2,78 ലക്ഷം രൂപ ലഭിച്ചു എന്നതാണ് ഇതിൻ്റെ ഒരു പ്രാഥമിക ആരോപണം. യാതൊരുവിധ സേവനങ്ങളും ഇതിന് കൊടുത്തിട്ടില്ല. ഒന്നും കൊടുക്കാതെ ഇത്രയും വലിയൊരു തുക കൈമാറിയെന്ന്, ഇത് കള്ളപ്പണം വെളുപ്പിക്കാനുള്ള നീക്കമായിരുന്നു എന്നൊക്കെയാണ് അന്വേഷണ സംഘം കരുതുന്നത്. ഈ പണം കൊടുത്തു എന്നത് ഉറപ്പിക്കാൻ ചെയ്തു. നമുക്കറിയാലോ, കരിമണൽ കർത്താൻ്റെ ഡയറിയിൽ ഈ പണത്തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ അന്വേഷണത്തിനിടയിൽ വീണയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ള ചുവന്നൊരു ഡയറി ഉണ്ട്. EDൻ്റെ റെയ്ഡിൻ്റെ ഇടയിൽ കണ്ടെത്തിയിട്ടുള്ള ഒരു ചുവന്ന ഡയറി. അതിലെ വിവരങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ അതിൽ കേസിലെ നിർണായക വഴിത്തിരിവായി മാറി എന്നാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത്. പണം എങ്ങനെയൊക്കെ കൈമാറി, ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്, എങ്ങോട്ടാണ് ഈ പണമൊക്കെ മാറ്റിയത് തുടങ്ങിയ പല രേഖകളും ഈ ഡയറിയിൽ ഉണ്ട് എന്നാണ് വാർത്തകളായി പുറത്തു വരുന്നത്. വിദേശത്ത് പ്രത്യേകിച്ച് ദുബായ് കേന്ദ്രീകരിച്ചിട്ടുള്ള ചില അക്കൗണ്ടുകൾ വഴിയാണ് ഈ സാമ്പത്തിക ഇടപാടുകൾ നടന്നത് എന്നുള്ള ഒരു സംശയം ഇതിലൂടെ ബലപ്പെടുന്നുണ്ട്. ഇന്ത്യൻ രൂപയുടെ കണക്കുകൾ വിദേശത്ത് വെച്ച് കൈകാര്യം ചെയ്തതിൻ്റെ സൂചനകൾ ഒക്കെ ഇതിലൂടെ പുറത്തു വരുന്നുമുണ്ട്. ഇതിനു പുറമെ അന്വേഷണ ഏജൻസികളുടെ കണ്ണുവെട്ടിക്കാൻ സ്വീകരിച്ചിട്ടുള്ള ചില ആശയവിനിമയ രീതികൾ ഇപ്പോൾ അതൊക്കെ വെളിച്ചത്ത് വന്നിട്ടുണ്ട്. അതായത് വീണ വിജയൻ ഉപയോഗിച്ചിരുന്ന ഒരു ഫോൺ കണക്ഷൻ, ഒരു സിം കണക്ഷൻ സ്വന്തം പേരിലല്ല, വീണ വിജയൻ്റെ പേരിലല്ല എന്നാണ് അത് കണ്ടെത്തിയിരിക്കുന്നത്. കോഴിക്കോട്ടെ DYFI നേതാവും DTPCയിലെ ഉദ്യോഗസ്ഥനുമായിട്ടുള്ള നന്ദുലാൽ എന്ന ആളുടെ പേരിലാണ് ഈ സിം കാർഡ്, അതായത് വീണ വിജയൻ ഉപയോഗിച്ചിരുന്ന സിം കാർഡ് ഉപയോഗിച്ചിരുന്നത് എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. മൊബൈൽ ടവറുകൾ വഴിയുള്ള പരിശോധനകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ ചെയ്തിരുന്നത് സാധാരണ കോളുകളൊക്കെ ഒഴിവാക്കുക, വൈഫൈ വഴിയുള്ള ഇൻ്റർനെറ്റ് കോളുകൾ ചെയ്യുക. അതായത് തെളിവുകൾ ഒരു കാരണവശാലും ഇവിടെ ഉണ്ടാകരുത് എന്ന് കരുതി കൂട്ടിയുള്ള ഇടപാടുകളും സംസാരങ്ങളും നേരത്തെ ഉണ്ടായി. കള്ളത്തരം കാണിക്കാനല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. റിയാസിൻ്റെയും വീണയുടെയും ഒക്കെ ആവശ്യപ്രകാരമാണ് ഇയാൾ ഈ ഫോൺ കണക്ഷൻ എടുത്ത് കൊടുത്തത് എന്ന്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ സിമ്മൊക്കെ എടുത്ത് വാങ്ങിയത് എന്നൊന്നും തനിക്കൊന്നും അറിയില്ല. പക്ഷേ അവർ പറഞ്ഞു, ഞാൻ എൻ്റെ പേരിലൊരു സിം എടുത്ത് അവർക്ക് കൊടുത്തു, വേറെ ഒന്നും തനിക്കറിയില്ല എന്നാണ് നന്ദുലാൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുൻപാകെ മൊഴി കൊടുത്തിട്ടുള്ളത്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നന്ദുലാലിന് ഔദ്യോഗിക ഒരു പദവി ലഭിച്ചത് റിയാസ് മന്ത്രിയായിരുന്ന സമയത്താണ് എന്നാണ്. ഉത്തിഷ്ടകാര്യത്തിന് ഉപകാര സ്മരണ എന്നായിരിക്കും ഒരു പക്ഷേ. എന്തായാലും ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് കേന്ദ്രീകരിച്ചിട്ട് 8ഓളം സ്ഥലങ്ങളിൽ പരിശോധന നടക്കേണ്ടായി.
CPI ജില്ലാ നേതാക്കളുടെയും മന്ത്രിയുടെയും ഒക്കെ അടുപ്പമുള്ളവരുടെയൊക്കെ വീടുകളിൽ നടത്തിയിട്ടുള്ള പരിശോധനകളിൽ ഈ സിം കാർഡുമായി ബന്ധപ്പെട്ട ചില സുപ്രധാന രേഖകളും ഉദ്യോഗസ്ഥർ ലഭിച്ചിട്ടുണ്ട് എന്ന വാർത്തയും ഒരു വഴി കൂടി വരുന്നു. ഇതോടൊപ്പം തന്നെ ഇതുവരെ നമ്മൾ കേൾക്കാത്ത മറ്റൊരു പേര്, അതായത് ലേക്കർ ഇന്ത്യ എന്ന പേരുള്ള ഒരു സ്ഥാപനത്തെക്കുറിച്ച് സംശയങ്ങൾ ഉയർന്നു വരുന്നതായിട്ടും കണ്ടു. 2023 തുടങ്ങിയ ഈ സ്ഥാപനത്തിൽ വീണ വിജയൻ പ്രധാന പങ്കാളിയാണ്. ബാങ്ക് അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യാനും നികുതി അടയ്ക്കാനും സർക്കാർ തലത്തിലുള്ള ഇടപാടുകൾ നടത്താനും വീണയ്ക്ക് ഈ സ്ഥാപനത്തിൽ പൂർണ്ണമായ അധികാരമുണ്ടായിരുന്നു എന്നതാണ് ഇതിൻ്റെ തെളിവ്. അതായത് വീണയായിരുന്നു അതിൻ്റെ ഡയറക്ടർ എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ രേഖകളിൽ കാണിച്ചിരിക്കുന്ന ഒരു മേൽവിലാസമുണ്ട്. ആ മേൽവിലാസത്തിൽ അങ്ങനെ ഒരു ഓഫീസ് അവിടെ പ്രവർത്തിക്കുന്നേ ഇല്ല എന്നും അവിടെ ജീവനക്കാരോ മറ്റ് പ്രവർത്തനങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നും പ്രദേശവാസികൾ പോലും അത്തരൊരു സ്ഥാപനത്തെക്കുറിച്ച് കേട്ടിട്ട് പോലും ഇല്ല എന്നും കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഇപ്പം കാര്യങ്ങൾ തെളിഞ്ഞു വരുന്നുണ്ടോ എന്താണെന്നുള്ളത്. ഒരു എങ്ങനെ ഒരു കമ്പനിയുണ്ട്, ആ കമ്പനിയിൽ ഇടപാടുണ്ട്, സാമ്പത്തിക ഇടപാടുണ്ട്. ആ സാമ്പത്തിക ഇടപാടുകളെല്ലാം വീണ വിജയൻ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിനുള്ള അധികാരി വീണ വിജയൻ തന്നെയാണ്. പക്ഷേ അത്തരത്തിലൊരു കമ്പനി ഇല്ല. രേഖകളിൽ മാത്രം നിലനിൽക്കുന്ന ഇത്തരം കടലാസ കമ്പനികൾ വഴി കള്ളപ്പണം ഒഴുക്കി എന്നാണ് ഇപ്പോൾ പരിശോധിച്ചത്. എത്ര കള്ളപ്പണം ഒഴുക്കി എന്നാണ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. മുഹമ്മദ് റിയാസ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ സമർപ്പിച്ചുള്ള രേഖകളിലും ഈ സ്ഥാപനത്തെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. അതായത് സ്ഥാപനം ഇല്ല എന്ന് പറയാൻ പറ്റില്ല, സ്ഥാപനമുണ്ട്. രാജ്യത്തെ സാമ്പത്തിക നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് വിദേശത്തേക്ക് പണം കടത്തിയതുമായി ബന്ധപ്പെട്ടിട്ട് വളരെ വ്യക്തമായ തെളിവുകൾ ഉണ്ട് എന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന. വീണയെ ഇതിനകം തന്നെ അന്വേഷണ സംഘം വിളിപ്പിച്ച് വിവരങ്ങളെല്ലാം ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായിട്ടുള്ള നിയമ നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റുന്നില്ല. രാഷ്ട്രീയപരമായിട്ട് ഈ ആരോപണങ്ങളെ നേരിടുമെന്ന് ബന്ധപ്പെട്ടവർ പറയുന്നുണ്ടെങ്കിലും പാർട്ടിയുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ പാർട്ടി അണികളുടെ ഭാഗത്തു നിന്നും പതിവ് പോലെ ശക്തമായിട്ടുള്ള പ്രതികരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല, ഉണ്ടായിട്ടുമില്ല. മുൻകാലങ്ങളിൽ ഇത്തരം കേന്ദ്ര ഏജൻസികളുടെ നീക്കങ്ങൾ രാഷ്ട്രീയ പകപോക്കലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളിക്കയറാൻ എളുപ്പമായിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന സാമ്പത്തിക രേഖകളും അതുപോലെ ഡയറി കുറിപ്പുകളും രഹസ്യ സിം കാർഡ് ഉപയോഗങ്ങളും പോലുള്ള തെളിവുകളൊക്കെ ഉള്ളതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു പ്രതിരോധം എത്രത്തോളം വിജയിക്കുമെന്ന് കണ്ടറിയേണ്ടി വരും. അതായത് പാർട്ടിക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റുന്നില്ല, പാർട്ടിക്ക് സംരക്ഷിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. മുമ്പ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ അവിടെ അന്വേഷിക്കാൻ വന്നപ്പോൾ അവരെ തടസ്സപ്പെടുത്തുകയും അവരുടെ വാഹനങ്ങൾ അടിച്ചു പൊളിക്കുകയും അവരുടെ ഡ്രൈവറെ കൈകാര്യം ചെയ്യുകയും കാർ അടിച്ചു പൊളിക്കുകയൊക്കെ ചെയ്തുള്ള സംഭവങ്ങളിൽ ആ പ്രവർത്തകർക്ക് നിയമ നടപടികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ദീർഘകാലം ജയിലിൽ കിടന്നിട്ടുണ്ട്, അല്ലേ? കുറച്ച് പേരൊക്കെ ഇറങ്ങിയിട്ടുമുണ്ട്. പക്ഷേ അവരുടെ കേസ് തീരുമ്പോൾ നേരം വെളുക്കും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പരസ്യ പ്രതിഷേധങ്ങളിലേക്ക് കടക്കാൻ ഇനി അണികളെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. അവർ വരില്ല, കാരണം പാർട്ടിക്കാരിയല്ല, പണി കിട്ടും. അതുകൊണ്ട് തന്നെ അവർ ഇറങ്ങില്ല, മടിക്കുകയാണ്. ഒരു ചെറിയ മാസപ്പടി ആരോപണത്തിൽ നിന്ന് ആരംഭിച്ച് വിദേശ പണമിടപാടുകളിലേക്കും കള്ളപ്പണ ശൃംഖലകളിലേക്കും നീളുന്ന വലിയ ഒരു സാമ്പത്തിക കേസായിട്ട് ഇതിനോടകം മാറിക്കഴിഞ്ഞു എന്നത് തന്നെയാണ് പ്രധാന വാർത്ത. ഭരണതലത്തിൽ ഉന്നത സ്ഥാനങ്ങളിലുള്ള കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം ആയതുകൊണ്ട് തന്നെ ഈ അന്വേഷണം പൂർത്തിയാകുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ അതുണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾ വളരെ വളരെ വലുതായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. Different angles. Don't forget to subscribe and support this channel.